നമുക്ക് ഈ കുക്കറിലോട്ട് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പത്ത് 20 ചെറിയ ഉള്ളി, നാല് പച്ചമുളക്, ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1/4 കപ്പ് പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് തുവരപ്പരിപ്പാണ്. ഇനി നമുക്കിതിലോട്ട് പരിപ്പ് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലിപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുക്കറൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഈ പരിപ്പൊന്ന് വെന്ത് കിട്ടണം നമുക്ക്. നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. സാമ്പാറിലേക്ക് വേണ്ടിയുള്ള പച്ചക്കറികളൊക്കെ മുറിച്ച് വച്ചിട്ടുണ്ട്. ഇത് മത്തങ്ങ, ഒരു ചെറിയ പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഒരു പകുതിയോളം വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. 2 കത്തിരിക്ക എടുത്തിട്ടുണ്ട്. 1 ക്യാരറ്റ്, 1 പീസ് ചൊരയ്ക്ക ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 പൊട്ടറ്റോ, പിന്നെ അമരപ്പയർ കുറച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലോട്ടിടാം. അപ്പം ഞാൻ ഇത്രയും വെജിറ്റബിൾസാണ് ഇതിലോട്ട് ഇടാൻ വച്ചേക്കുന്നത്. നമ്മുടെ പരിപ്പിൻ്റെ സ്റ്റീമൊക്കെ മാറിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് ആവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമായ പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. നമുക്ക് ഇതിലോട്ട് 1 ലെമൺ സൈസിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലോട്ട് ഇതുവരെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. നമുക്കിതിലോട്ട് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ അരി. ഇത് ഏതരി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഈക്വൽ അളവിൽ എടുത്തിട്ട് ഇതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട് മാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് മറ്റൊരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലോട്ട് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 5 വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾ വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് നേരമായി. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റീം മാറിയിട്ട് നമുക്കിത് തുറക്കാം.
നമ്മുടെ സാമ്പാർ ഏകദേശം ആയിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 3 ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തോ. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക ആയിട്ടുണ്ട്. നമുക്ക് ഈ വെണ്ടയ്ക്ക കൂടെ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ടൊമാറ്റോ ഇട്ട് കഴിഞ്ഞാൽ അധികം ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കടുക് ഇട്ടു. നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 4-5 വറ്റൽമുളക് കൂടെ ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ചു വെച്ച ഉഴുന്ന്, പരിപ്പ്, അരിയുടെ മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് സാമ്പാറിന് നല്ലൊരു കൊഴുപ്പ് കൊടുക്കും. ഇനി നമുക്കിതിലോട്ട് ഇടേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് താളിച്ച് മിക്സ് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് സാമ്പാറാണിത്. നമ്മൾ ഇതിൽ വെളിയിൽ നിന്നുള്ള സാമ്പാർ പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സാമ്പാറാണിത്. അപ്പോൾ നിങ്ങൾ ഈ ഓണത്തിന് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. താങ്ക് യു.